യഹൂദ പുരോഹിതൻ UAE-യിൽ കൊല്ലപ്പെട്ട സംഭവം വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നു. റബി സ്വി കോഗനാണ് കൊല്ലപ്പെട്ടത്. റബിയുടെ കൊലപാതകത്തെ അമേരിക്ക ശക്തമായി അപലപിച്ചു. 3 പേരെ കൊലപാതകവുമായി ബന്ധപ്പെട്ട UAE അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച മുതൽ കാണാതായ കോഗൻ ഇന്നലെയാണ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നത്. UAE-യിലേക്ക് പൗരന്മാർ യാത്ര ചെയ്യരുതെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജന, UAE-യിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലി പൗരൻ കൂടിയായ യഹൂദ പുരോഹിതനായ സ്വി ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ടതായി വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. റബി സ്വി കോഗൻ എന്ന് പറയുന്ന ഇദ്ദേഹം കുറെ കാലമായി UAE-യിൽ പ്രവർത്തിക്കുകയായിരുന്നു. UAE-യിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കാണാതായതിനെ തുടർന്നുള്ള അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇന്നലെ അലൈന് സമീപമായി ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. ശക്തമായ പ്രതിഷേധം സ്വാഭാവികമായും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ശക്തമായ എതിർപ്പ് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർത്തും തെറ്റായ ഒരു കീഴ്വഴക്കത്തെ അംഗീകരിക്കില്ല എന്ന നിലപാട് അമേരിക്ക ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു അതിശക്തമായ വിമർശനമാണ് UAE ഈ ആക്രമണത്തിനെതിരെ നടത്തിയത്. UAE പോലീസ് 3 പേരെ ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി ഇവരെല്ലാം പ്രതികൾ എന്ന നിലപാടാണ് ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാൻ പൗരന്മാരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത്. ഇവർ കൊലപാതകത്തിന് ശേഷം തുർക്കിയിലേക്ക് കടന്നു എന്ന ഒരു ആരോപണവും അല്ലെങ്കിൽ ഒരു വിവരവും ഇസ്രായേൽ അനൌദ്യോഗികമായി എങ്കിലും നൽകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയ സംഘർഷം തന്നെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ റബി സ്വി കോഗന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. സ്വി കോഗന്റെ കൊലപാതകത്തെ സംബന്ധിച്ച് കർശനമായ അന്വേഷണം നടക്കുമെന്ന് UAE അറിയിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ UAE-യിലേക്ക് ഇസ്രായേലി പൗരന്മാർ സഞ്ചരിക്കരുതെന്ന വാണിംഗ് ഉൾപ്പെടെ ഇസ്രായേൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അഞ്ജന. ശരി.